സോഷ്യൽ മീഡിയയിൽ എന്തും പോസ്റ്റ് ചെയ്യാം, ആരും ചോദിക്കില്ല എന്ന് കരുതുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ധാരണ മാറ്റിവെച്ചോളൂ. ഫെബ്രുവരി 20 മുതൽ കളി മാറുകയാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്ന വ്യാജന്മാരെ പൂട്ടാൻ കേന്ദ്ര സർക്കാർ ചൂരലെടുത്തു കഴിഞ്ഞു. കേന്ദ്ര IT മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഇൻഫർമേഷൻ ടെക്നോളജി ഭേദഗതി ചട്ടങ്ങൾ 2026 ഈ മാസം 20 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഇതിലെ ഏറ്റവും വലിയ മാറ്റം സമയപരിധിയാണ്. മുൻപ് അപകടകരമോ വ്യാജമോ ആയ ഒരു പോസ്റ്റ് നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് 36 മണിക്കൂർ വരെ സമയം ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം സർക്കാർ നിർദ്ദേശിച്ചാൽ വെറും 3 മണിക്കൂറിനുള്ളിൽ അത്തരം പോസ്റ്റുകൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കണം. വ്യാജ വാർത്തകൾ വൈറലാകുന്നതിന് മുൻപേ തടയിടുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കർശന നടപടി എന്ന് ചോദിച്ചാൽ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അതിനുള്ള കാരണം. യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും തിരിച്ചറിയാൻ ഇന്ന് സാധാരണക്കാർക്ക് കഴിയുന്നില്ല. അവരത് അറിയാതെ ഷെയർ ചെയ്യുന്നുമുണ്ട്. ഇത് മുതലെടുക്കുന്ന തട്ടിപ്പുകൾ തടയാൻ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ ഉള്ളടക്കങ്ങളും സിന്തറ്റിക്കലി ജനറേറ്റഡ് അഥവാ കൃത്രിമമായി നിർമ്മിച്ചത് എന്ന ലേബൽ ചെയ്യണമെന്ന് നിയമം അനുശാസിക്കുന്നു. അതായത് നിങ്ങൾ കാണുന്ന വീഡിയോ ഒറിജിനൽ ആണോ അതോ AI ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇനി വെറും ഇടനിലക്കാർ മാത്രമല്ല, പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് അത് AI നിർമ്മിതമാണോ എന്ന് ഉപയോക്താവിനോട് ചോദിക്കാനും അത് പരിശോധിക്കാനും കമ്പനികൾക്ക് ബാധ്യതയുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയും പോക്സോ നിയമവും അനുസരിച്ചിട്ടുള്ള കടുത്ത ശിക്ഷാ നടപടികളാണ് കാത്തിരിക്കുന്നത്. സ്ക്രീനിൽ വലിയ വാട്ടർമാർക്ക് വേണമെന്ന നിബന്ധനയിൽ സർക്കാർ ചെറിയ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും നിയമലംഘനത്തിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഓരോ 3 മാസവും കൂടുമ്പോഴും ഉപയോക്താക്കളെ ഓർമ്മിപ്പിക്കണമെന്നാണ് കമ്പനികൾക്കുള്ള കർശനമായ നിർദ്ദേശം. ചുരുക്കത്തിൽ ഡിജിറ്റൽ ലോകത്തെ അരാജകത്വത്തിന് അവസാനമാവുകയാണ്. വിനോദമാകാം, പക്ഷെ അത് മറ്റുള്ളവരുടെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലാകരുത്. ഈ നിയമം കൃത്യമായി പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.